എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിത്തൗട്ട് എൻഡ് ചാപ്റ്റർ 7, ട്യൂസ്ഡേ 7 AM to midnight. ട്രാക്ടറിൽ നിന്ന് മിസ്റ്റർ മാഗലനെ വിളിച്ചിറത്തി പുറത്തു കൊണ്ടുപോയി ഡോക്ടർ മേസൻ അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ ആവശ്യപ്പെട്ടു. അതിന് മിസ്റ്റർ മാഗലർ വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു, എനിക്ക് പിസ്റ്റളില്ല. ഡോക്ടർ മേസൻ അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മാഗലറുടെ ഒരു ദേഹപരിശോധനയൊക്കെ നടത്തി. നിർത്തിയതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് എടുത്തു. കാരണം ഈ എല്ലാവരും അവിടെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. എന്തായാലും ദേഹപരിശോധന കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു, പിസ്റ്റള് കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ട തെളിവ് എനിക്ക് കിട്ടി. ഇനി നിങ്ങളുടെ ബാഗും കൂടി ഒന്ന് പരിശോധിച്ചാൽ പിസ്റ്റള് കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോ മാള് പറഞ്ഞു, എന്ത് തെളിവാണ് ഡോക്ടർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈയിൽ അദ്ദേഹം പിസ്റ്റൾ പിടിച്ചിരിക്കുകയാണ്. ഇടത്തെ കൈ നീട്ടി കാണിച്ചു. അത് തൊട്ട് നോക്കിയ മാളർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന കുറച്ച് ഷുഗർ ഡോക്ടർ എടുത്തിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, യാത്ര തുടങ്ങുമ്പോൾ ജോസ് ഷുഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ ഞെട്ടുന്നത് ഞാൻ കണ്ടു. ഇന്ന് നമ്മൾ കുറച്ച് മുമ്പ് ട്രാക്ടറിൽ നിന്ന് കാപ്പി കുടിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തായിരുന്നല്ലോ. ഞങ്ങളൊക്കെ മധുരമില്ലാത്ത കാപ്പി വളരെ കഷ്ടപ്പെട്ട് കുടിക്കുന്നതിനിടയിൽ ആ ഇരുട്ടത്തുമെല്ലാം ഞാൻ നിങ്ങളുടെ കാപ്പി ഒരു ലേശം എൻ്റെ നിരൽപ്പുമ്പടുത്തെടുത്ത് രുചിച്ചു നോക്കി. അത് മധുരത്തിൻ്റെ അങ്ങേയറ്റം. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിനെല്ലാത്തിനും പിന്നിൽ നിങ്ങളാണെന്ന്. കാണാതെ പോയ ഷുഗർ, പൊട്ടിത്തകർന്ന റേഡിയോ വാൾവുകൾ, ഈ ഇത്രയും നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാക്കിയ ഒരു പ്ലെയിൻ ക്രാഷ് ലാൻഡിങ്, എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളാണ് എന്നെനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ ബാഗ് പരിശോധിക്കണം, നിങ്ങളുടെ തോക്കെടുക്കണം. അപ്പോൾ മാനേജർ പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപഹാസ്യനായി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. എന്തോ അത്യാഹിതം വരുന്നാൻ പോകുന്ന രീതിയിൽ ഡോക്ടർ മേസൻ തോക്കൊക്കെ നീട്ടിപ്പിടിച്ച് നിന്നു. ആ സമയത്ത് നാളെ ഒരു ചെറിയ കാർഡ് എടുത്ത് ഡോക്ടറുടെ കൈ കൊടുത്തു. ആ കാർഡ് തുറന്നു നോക്കിയ ഡോക്ടർ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് തരം കാർഡുകൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ജിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് പിന്നെ വീണ്ടും അത്തരം ഒരു കാർഡ് കാണുകയാണ്. ആ കാർഡിൽ നോക്കിയ ഡോക്ടർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി മകള് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ശേഷം ഡോക്ടർ പറഞ്ഞു, ബ്രീത്ത് ഔട്ട്. മിസ്റ്റർ മാള ശക്തമായി ഒന്ന് നിശ്വസിച്ചു. ഡോക്ടർ അത് ഫീൽ ചെയ്തു. ആ നിശ്വാസത്തിൽ അസറ്റോൺ എന്ന ഗ്യാസിൻ്റെ സാന്നിധ്യം ഡോക്ടർക്ക് മനസ്സിലായി. അത് ഈ അൺട്രീറ്റഡ് ഡയബറ്റിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നോർമലി നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ വേണം. ഈ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ് ദിസ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ആൾക്കാരുടെ ശരീരത്തിൽ ഫാറ്റാണ് മെയിനായിട്ട് പിന്നെ ബോഡി എനർജി യൂസേജിന് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ അസറ്റോൺ എന്ന് പറയുന്നത്. അത് അവരുടെ ഉച്ഛ്വാസവായുവിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സിന് അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഡോക്ടർ ചോദിച്ചു, എത്ര നേരം നിങ്ങൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്? 2 നേരം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും പിന്നെ വൈകുന്നേരവും. നിങ്ങൾ ഇൻസുലിൻ കൊണ്ടു നടക്കാറുണ്ടോ? സാധാരണഗതിയിലുണ്ട്, പക്ഷേ ഈ യാത്രയിൽ എടുത്തില്ല. കാരണം ഉച്ചയ്ക്ക് US നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ രാത്രിയാകുമ്പോഴേക്കും ലണ്ടനിലെത്തും എന്നുള്ളൊരു വിചാരം കൊണ്ട് ഇത്തവണ അതെടുത്തില്ല. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇങ്ങനെ അസുഖമുള്ള കാര്യം? അതിന് മകള് പറഞ്ഞ മറുപടി ഇതാണ്, ഡോക്ടർ, താങ്കളുടേതല്ലാത്ത കാരണം കൊണ്ടുള്ള ഒരു പ്രശ്നത്തിൽ ഞങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടി താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ പ്രശ്നം കൂടി പറഞ്ഞു വന്ന് കൂടുതൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ കാര്യം താങ്കളോട് പറയാതിരുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, താങ്കളുടെ ഡോക്ടർ താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന ഡയറ്റ് എന്താ? ഹൈ പ്രോട്ടീൻ, ഹൈ സ്റ്റാർച്ച്. അപ്പോൾ ഈ ഷുഗറിൻ്റെ ആവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഡയബറ്റിക് കോമയിലാകുന്നവർക്ക് ഷുഗർ റിക്കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ടെന്ന്. അത്തരം ഒരവസ്ഥയിലായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ സ്വല്പം ഷുഗർ കഴിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഡോക്ടർ ചെയ്തത്, മകളെയും കൂട്ടി പെട്ടെന്ന് ട്രാക്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. ട്രാക്ടറിൻ്റെ ക്യാബിൻ്റെ അകത്ത് കയറി അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോളൂ, നമ്മൾ ഉടനെ നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മിസ്സിസ് ഡാൻസ്റ്റിലേക്ക് ചോദിച്ചു, അല്ല ഡോക്ടർ, താങ്കൾ ഞങ്ങൾക്ക് 3 മണിക്കൂർ നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞല്ലേ, ഒരു 5 മിനിറ്റല്ലേ ഉള്ളത് പറഞ്ഞിട്ട്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ 5 മിനിറ്റ് മുമ്പ് ഞാനത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞല്ലോ, ഇപ്പം ഞാൻ ആ പ്ലാൻ മാറ്റി. കാരണം 5 മിനിറ്റ് മുമ്പ് എനിക്കറിയില്ലായിരുന്നു നമ്മുടെ മകള് വളരെ പെട്ടെന്ന് അപകടാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന്. ശരിക്കും ഡോക്ടറുടെ അടുത്തേക്ക് വെച്ച് മകളുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് വേറെ വഴിയില്ല. എല്ലാവരും മനസ്സിലാക്കുക, മകളർ എന്ന് പറയുന്ന വ്യക്തി ഹൈലി ഡയബറ്റിക് ആണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഇൻസുലിൻ ലഭ്യമാക്കണം, അതല്ലെങ്കിൽ വളരെയധികം പോഷകാഹാരങ്ങൾ ലഭ്യമാക്കണം. ഇതിനൊന്നും ഇപ്പം നമുക്ക് വഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബേസ് ക്യാമ്പിലെത്തുക, എന്നാൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. അതിനാൽ ഇപ്പം തൽക്കാലം എനിക്കിതേ വഴിയുള്ളൂ. അപ്പോൾ ഇവിടെ കൊറാസിനി ഒരു സജഷൻ പറഞ്ഞു, ഏതായാലും ഡോക്ടർ, നമ്മളെല്ലാം വളരെ റേഷനിങ് ആയിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റേഷൻ മിസ്റ്റർ മാളർക്ക് തീരെ പോരാ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നതിൻ്റെ ഒരു ക്വാർട്ടർ, 1/4 ഭാഗം മാളർക്ക് മാറ്റിവെക്കാം. മാളർ പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ കൊറാസിനി, അതൊന്നും ശരിയല്ല. ഡോക്ടർ പറഞ്ഞു, അത് വളരെ ശരിയാണ്, ഈ ഒരു അവസ്ഥയിൽ അത്രയെങ്കിലും ചെയ്യാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം തൊട്ട് ഇനി കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും ഒരാളുടെ റേഷൻ്റെ ക്വാർട്ടർ വീതം മാളർക്കുള്ളതായിരിക്കും. ഡോക്ടർ പറഞ്ഞു, ഇനി ഇത്രയും കാലത്തെ റൂൾസ് എല്ലാം മാറ്റിവെക്കുകയാണ്. സ്റ്റവ് ഫുൾ ടൈം കത്തിക്കണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ട്രാക്ടർ ക്യാബിൻ്റെ ഏറ്റവും ബാക്കിലാണ് പെട്രോൾ ടാങ്ക് ഉള്ളത്. അപ്പോൾ ഒരു അപകടം ഒഴിവാക്കാൻ സ്റ്റവ് യാത്ര ചെയ്യുമ്പോൾ കത്തിക്കാറില്ല, എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ മാത്രമേ കത്തിക്കുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞു, ഇനി ഫുൾ ടൈം സ്റ്റവ് കത്തിക്കണം, ചൂടുവെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് മിസ്റ്റർ മകളർക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കണം. കാരണം ബോഡിയുടെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും സർവ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ഈ തണുപ്പത്ത് മനുഷ്യർ കൂടുതൽ വിറയ്ക്കും, അതിനനുസരിച്ച് കൂടുതൽ എനർജി പുറത്തു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എനർജി പോകുന്തോറും നമ്മൾ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മകളെ പോലെ ഈ അസുഖമുള്ളൊരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമാവും. അതുകൊണ്ട് ഹീറ്റ് കുറയ്ക്കാനായിട്ട് ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടയ്ക്കണം. ഇതിനെല്ലാം അദ്ദേഹം മിസ് റോസിന് ഇടപെട്ട് ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, എപ്പോഴും സ്റ്റൗവിൻ്റെ മേലൊരു കണ്ണ് വേണം, അത് എല്ലാവരും ശ്രദ്ധിക്കണം. സ്റ്റൗവിൽ നിന്നൊരു തീപ്പൊരി ഒരു കാരണവശാലും പെട്രോൾ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അപ്പോൾ എന്നെയോ ജാക്സ്ട്രോയെ അറിയിക്കണം. പിന്നെ അതുകൂടാതെ
കുറേ കഴിഞ്ഞ് വേറൊരു സർജനോട് പറഞ്ഞു, ശരി ഡോക്ടർ, നമുക്ക് വേഗം ബേസ് ക്യാമ്പിൽ എത്തണമെങ്കിൽ ട്രാക്ടർ നിങ്ങൾ രണ്ടാൾ മാത്രം ഓടിച്ചുകൊണ്ടിരുന്നാൽ എത്തില്ല. കാരണം നിങ്ങൾക്കും റെസ്റ്റ് വേണം, നിങ്ങൾ മനുഷ്യരാണ്. അതുകൊണ്ട് ഇപ്പം ഈ കൂട്ടത്തിൽ കൂടുതൽ ആരോഗ്യമുള്ള ഞാനും മിസ്റ്റർ സാഗറോയും നിങ്ങൾ ഈ ട്രാക്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടി നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ഖൊറാസിനി പറഞ്ഞു, താങ്കളുടെ ചിന്ത എനിക്ക് മനസ്സിലായി. ഇവൻ തന്നെയാണ് കള്ളനെങ്കിൽ ഓക്കെ, ഞാനാണ് ഈ പറഞ്ഞ ഇതിനെല്ലാം ഉത്തരവാദി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാനും മിസ്റ്റർ സാഗറോയുമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഈ ട്രാക്ടറും മര്യാദയ്ക്ക് ഓടി ഈ ബേസ് ക്യാമ്പിൽ എത്തിക്കുകയല്ലാതെ വഴിയില്ല. കാരണം ഈ മഞ്ഞിൽ നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ എന്നാൽ ശരി, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ, നിങ്ങളുടെ ഫസ്റ്റ് ഡ്രൈവിംഗ് ലെസൺ ഞാൻ ഇപ്പം തന്നെ തരാം. അതിനിടയിൽ ജാക്ക് സ്ട്രോ പോയി ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ബാക്കിലെ ഡോഗ് സ്ലിഡ്ജിലേക്ക് പോയി. കാരണം ഇവർക്ക് മറ്റേ ദിശ തെറ്റാതെ പോകണമെങ്കിൽ മാഗ്നറ്റിക് കമ്പസ് ഇരിക്കുന്നത് അവിടെയാണ്. ഖൊറാസിനിയും ഡോക്ടറും കൂടി ഡ്രൈവിംഗ് ക്യാബിനിൽ കയറി. കുറച്ച് നേരം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബാൾട്ടോ, ജാക്ടോയുടെ പെറ്റ് ഡോഗ്, ട്രാക്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓടി ഡോഗ് സ്ലെഡ്ജിൻ്റെ അടുത്ത് വന്ന് ജാക്ടോയുടെ ശ്രദ്ധ ആകർഷിക്കാമെന്നുള്ള രീതിയിലൊന്ന് വരച്ചു. അപ്പോൾ ജാക്സ്ട്രോ ആ ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റ് ഹൈ സ്പീഡിൽ സ്വിച്ച് ചെയ്തു. അതിൻ്റെ അർത്ഥം വണ്ടി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ ജാക്സ്ട്രോ ഇറങ്ങി വന്ന് പറഞ്ഞു, നമ്മുടെ ബാൾട്ടോ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോയി നോക്കട്ടെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. അല്പം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ജാക്സ്ട്രോ തിരിച്ചു വന്നു. അതായത് ഇടയ്ക്ക് വെച്ച് അവരുടെ ആ ഓറഞ്ച് ഫ്ലാഗ്സ് കാണാതായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പം വീണ്ടും ആ ഓറഞ്ച് ഫ്ലാഗ്സിൻ്റെ ഒരു നിര ബാൾട്ടോ കണ്ടുപിടിച്ചിരിക്കുന്നു. സോ എല്ലാവരും ഹാപ്പിയായി. ഇനിയപ്പോൾ ദിശ തെറ്റാതെ വണ്ടി ഓടിക്കാം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ ഡോഗ് സ്ലെഡ്ജിലിരുന്ന് കൂടുതൽ തണുപ്പ് സഹിക്കേണ്ട ആവശ്യമില്ല. അത്തരം ഒരവസ്ഥയിൽ അവർ മുന്നോട്ട് നീങ്ങി. വീണ്ടും ട്രാക്ടർ എടുത്തപ്പോൾ ജാക്സ്ട്രോ ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. ഡോക്ടർ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ട്രാക്ടർ ക്യാബിനിലെത്തി. ആ സമയത്ത് ട്രാക്ടർ ക്യാബിൻ്റെ ഏറ്റവും പുറകിലുള്ള ട്രാക്ടർ സ്ലെഡ് അവിടെ വന്നിരുന്ന സാഗറോ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ മേസൺ, ഇതെന്താണ് നല്ലൊരു മറ്റേ ആകാശത്തിനൊരു വർണ്ണ ഭംഗി. ഡോക്ടർ ഇറങ്ങിച്ചെന്നു. ഇതൊക്കെ ഇവിടെ സാധാരണ കാണുന്നതാണല്ലോ. ഇതാണ് ഓറോറയാ? ആ അത് ശരി, നിങ്ങൾ അങ്ങനത്തെ സാധനത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല അല്ലേ? പോളാർ റീജൻസിൽ പ്രത്യേകിച്ച് സോളാർ റേഡിയേഷൻസ് കൂടുതൽ വരുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഓറോറ. ആകാശം വളരെ വർണ്ണ ഭംഗിയുള്ളതായിരിക്കും. പിന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അത് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ കൂടുതൽ കാണാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. അപ്പോൾ സാഗർ ചോദിച്ചാൽ, അതെന്താ ഡോക്ടർ? ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് അത് റേഡിയോ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതിനിപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ക്യാമ്പിലെ റേഡിയോ തകർന്നു കിടക്കുന്നു. IGV ക്യാമ്പിലെ റേഡിയോ തകർന്നു കിടക്കുകയാണ്. നമ്മുടെ ഈ ട്രാക്ടറിലുള്ള ഒരു ചെറിയ റേഡിയോ സെറ്റ് വെച്ച് നമുക്ക് കൂടുതൽ എങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല. ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ശരിയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ബേസ് ക്യാമ്പിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ബേസ് ക്യാമ്പുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഈ ചെറിയ റേഡിയോ. പക്ഷേ ഈ അവസ്ഥയിലാണ് ഉള്ള ഒരു മറ്റേ കാലാവസ്ഥയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ടെങ്കിൽ നമുക്ക് ആ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഇമ്പോസിബിൾ ആയിരിക്കും. പറഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ ആലോചിച്ചത്, പറയേണ്ടിയിരുന്നില്ല, ഇവനാണ് ശരിയായ വില്ലനെങ്കിൽ ഇവൻ ക്യാബിലെ റേഡിയോ തകർത്തതുപോലെ ഇനിയിപ്പോൾ ട്രാക്ടറിലെ റേഡിയോ സെറ്റ് തകർക്കില്ല എന്നെന്താ ഉറപ്പ്? പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞത് അബദ്ധമായി പോയി എന്നൊരു ചിന്തയിലേക്ക് ഡോക്ടർ നീങ്ങി.
അത് കഴിഞ്ഞ് ഡോക്ടർ മെല്ലെ ക്യാബിൻ്റെ അകത്ത് ചെന്നു. ക്യാബിൻ്റെ അകത്ത് ചെന്ന് എയർ ഹോസ്റ്റസ് മിസ് റോസിനെ വിളിച്ചുകൊണ്ട് ആ ട്രാക്ഷൻ വീട്ടിൻ്റെ അങ്ങേ അറ്റത്തേക്ക് വരും. ഏറ്റവും ബാക്കിൽ അവിടെ ചെന്ന് അവിടെ ഈ പെട്രോള് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാനുണ്ട്. ഒരു ക്യാനിൻ്റെ മേലെ രണ്ടാളും ഇരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഈ ഓറോറ എന്നുള്ള പ്രതിഭാസമൊക്കെ നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു, മിസ് റോസ്, എനിക്ക് നിങ്ങളുടെ ഇന്ന് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പോൾ മിസ് റോസ് പറഞ്ഞു, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇപ്പം എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത്, വിമാനത്തിൽ കോഫി എങ്ങനെ മയക്കുമരുന്ന് കലർത്തപ്പെട്ട നിലയിലായി? കോഫി കഴിച്ച എല്ലാവരും ഉറങ്ങി. അപ്പോൾ അതിന് കാരണം കോഫിയിൽ ആരോ മയക്കുമരുന്ന് കലർത്തി. ആദ്യം ഡോക്ടർ മേസൺ എയർ ഹോസ്റ്റസ് ആണെന്ന് വിചാരിച്ചിരുന്നു. അവരല്ല എന്ന് തെളിഞ്ഞ അവസ്ഥയ്ക്ക് അവരുടെ കണ്ണ് വെട്ടിച്ചാരോ അത് ചെയ്തു എന്നാണ് അർത്ഥം. സോ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ റെയ്ക്യാവിക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് പറയാമോ? അപ്പോൾ അവരിങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, റെയ്ക്യാവിക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അധികം വൈകാതെ തന്നെ ഭക്ഷണത്തിൻ്റെ സമയമായി. ആ സമയത്ത് ഞാൻ പാൻട്രിയിലേക്ക് ചെന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും ബാക്ക് സൈഡിൽ ഇരുന്ന കേണൽ ഹാരിസൺ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മിസ്, ഇവിടെ ഒരു അൺയൂഷ്വൽ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷെ എനിക്കത് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തില്ല. വീട്ടിൽ ഞാൻ പാൻട്രിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വാഷ്റൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുക വരുന്നത് കണ്ടു. ഞാൻ വേഗം ക്യാപ്റ്റൻ ജോൺസനെ വിളിച്ചു. ഞങ്ങളെല്ലാവരുടെയും വാഷ്റൂം തുറന്നു. അപ്പോൾ കാര്യമില്ല, ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടന്നിരുന്ന കുറച്ച് പേപ്പർ കത്തിയതാണ്. അതുകൊണ്ട് ക്യാപ്റ്റൻ ജോൺസൺ അപ്പോഴേക്കും എല്ലാവരും ഞങ്ങൾക്ക് ചുറ്റും വന്ന് കൂടിയിരുന്നു. ക്യാപ്റ്റൻ ജോൺസൺ എല്ലാവരും സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി. അത്രയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മതിയല്ലോ, ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ ഈ ഒരു സമയത്ത് പാൻട്രിയിലായിരുന്നില്ല. ഈ സമയത്ത് ആ തീ ഒരാൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെങ്കിൽ അയാൾക്ക് അവിടെ പോയി കോഫി സ്പൈക്ക് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, തീ പ്ലാൻ ചെയ്യും? എന്താ ഡോക്ടർ ഈ പറയുന്നത്? അത് ആരോ സുഖത്ത് അബദ്ധത്തിൽ എറിഞ്ഞത് പേപ്പറിൽ തീ പിടിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഒരു ഡിലേഡ് ഫയർ, അതായത് ഒരാൾ ഒരു സംഭവം ചെയ്യുന്നു, കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ തീ പിടിക്കുന്നു. അതായത് ഒരാളങ്ങോട്ട് കയറി ഇറങ്ങിയ ഉടനെ തീ പിടിച്ചോളണമെന്നില്ല. സിഗരറ്റാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇത് ഫോർ എക്സാമ്പിൾ ഒരു പ്ലാസ്റ്റിക് മറ്റേ കുപ്പി, ഈ കുപ്പിക്കകത്തൊരു കെമിക്കൽ, ആ കെമിക്കലായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ തീ പിടിക്കുന്ന മറ്റൊരു കെമിക്കൽ, അതൊരു ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് വയ്ക്കുന്നു. ആ ഗ്ലാസ് ട്യൂബിൽ ഒരു കാപ്പിലറി ട്യൂബ്, അതിൽ നിന്ന് വളരെ മെല്ലെ ഈ സാധനം പുറത്തേക്ക് എടുക്കുകയുള്ളൂ. അത് തന്നെ അതിൻ്റെ എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. അത് ഏതെങ്കിലും രീതിയിൽ പൊട്ടിച്ച് ആ വേസ്റ്റ് ബിന്നിൻ്റെ അകത്തിട്ടാൽ സ്വല്പം കഴിയുമ്പോൾ ഈ കെമിക്കൽസ് കോണ്ടാക്റ്റ് ആവും, തീ പിടിക്കും. തീ പിടിക്കുന്നതോടെ അതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ഉരുകി പോകും. ആ തീ പേപ്പറിലേക്ക് പിടിക്കും. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് ഒരാളവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ അയാൾ പ്ലാൻ ചെയ്ത രീതിയിൽ ഈ തീ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. പാൻട്രിയുടെ ഏറ്റവും അടുത്ത്, അതായത് വിമാനത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരുന്ന ആരായിരുന്നു? അപ്പോൾ അവരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മിസ് കൊറാസിനി. അപ്പോൾ ഇതിന് പിന്നിൽ അയാളുടെ കരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു, ഉണ്ടാവാൻ വഴിയില്ല ഡോക്ടർ. അതെന്താ നിങ്ങൾക്ക് അത്ര ഉറപ്പ്? അതായത് ഞങ്ങൾ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ വിമാനത്തിലൊക്കെ ഒരു ചടങ്ങുണ്ട്, ഈ ചെറിയ തോതിൽ ലിക്കർ സപ്ലൈ ചെയ്യും. അദ്ദേഹം ഒരു സിപ്പ് ജിൻ എന്ന ലിക്കർ കുറച്ച് കഴിച്ചു. അതിനുശേഷം അയാൾ ആ സീറ്റിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഈ
വാഷ്റൂമിൽ ആൾ കൂടുമ്പോൾ പോലും അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. ഇതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല. ഉറപ്പാണ്. പിന്നെ അൺയൂഷ്വലായിട്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണത്തിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിരുന്നോ? ഭക്ഷണത്തിനെ കുറിച്ച് എപ്പോൾ കിട്ടും എന്ന് രണ്ടുപേര് ചോദിച്ചു. അതാരാ? ഒന്ന് മിസ്സസ് ഡാൻസ്ബീഗർക്ക്. സ്വാഭാവികം. അവർ എപ്പോഴും അവർക്ക് പണത്തിൻ്റെ തിളപ്പ് കൊണ്ട് അവർക്കെല്ലാം പെട്ടെന്ന് വേണമെന്നൊക്കെ ഉണ്ടാവും. പിന്നെ മിസ്സസ് സാഗറോ അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാഗറോ എന്നോട് ചോദിച്ചു ഭക്ഷണം എപ്പോൾ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ തിരക്ക് വിശക്കുന്നോ? എനിക്ക് എപ്പോഴും വിശപ്പാണ് മിസ് എയർ ഹോസ്റ്റസ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പോട്ടെ, ഇനി ഞാൻ വേറെ കാര്യമായിട്ട് ചോദിക്കട്ടെ. ക്യാബിനിൽ റേഡിയോ തകർന്ന സമയം നിങ്ങൾ അതിൻ്റെ അടുത്തൂടെ പോയി റേഡിയോ വീണല്ല, നിങ്ങൾ തട്ടി അത് വീണു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര എളുപ്പത്തിൽ വീഴുകയില്ല. ഞാനും ജോസും ജാക്സ്ട്രോയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയതാണ്. ആരോ അത് വീഴാൻ പാകത്തിന് അവിടെ ആക്കി വെച്ചു. നിങ്ങളറിയാതെ അതിലൊന്ന് തൊട്ട സമയത്ത് അത് വീണു. ആ സമയത്ത് അവിടെ ആരായിരുന്നു നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്നത്? മിസ്റ്റർ കൊറാസിനി. അത് പിന്നെ അദ്ദേഹം അതിനെ വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണല്ലോ. അല്ലാതെ വേറെ ആരെങ്കിലും? മിസ്റ്റർ സോളി ലെവിൻ. അദ്ദേഹം അവിടെ ചുമരിൽ ചാരി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. എന്തായാലും ആ റേഡിയോ സെറ്റിൻ്റെ അടുത്ത് ആ സമയത്തുണ്ടായിരുന്ന മറ്റൊരാൾ അദ്ദേഹമായിരുന്നു. ഡോക്ടറുടെ മനസ്സിൽ സംശയങ്ങളിങ്ങനെ കൂടി വരികയാണ്. ഇതിനിടയിൽ ഡോക്ടർ ആ ക്യാബിൻ്റെ അകത്തേക്കൊന്നിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ക്യാബിനിൽ ഇപ്പോൾ ചില ഗ്രൂപ്പിസങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ കൂട്ടത്തിൽ 2 പേർ കുറ്റവാളികളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യാതൊരു സംശയത്തിനിട നൽകാതെ 2 പേരേ ഉള്ളൂ. അത് മിസ് റോസും മിസ് മേരി ലിഗാർഡും. പിന്നെ പരസ്പരം അറിയാവുന്നവർ എന്നുള്ള നിലയ്ക്ക് മിസ്റ്റർ സാഗറോയും സോളി ലെവിനും തമ്മിൽ സംസാരിക്കും. അവർ വേറെ ആരുടെ കാര്യമായിട്ട് സംസാരമില്ല. അതുപോലെ മിസ്സസ് ഡാൻസ്ബീഗറും മിസ് ഫ്ലെമിങ്ങും. പൊതുവെ ഡാൻസ്ബീഗറിന്റെ സ്വഭാവത്തിന് അങ്ങനെ മെയ്ഡിനോടൊക്കെ ഒന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് അവർ തമ്മിലൊരു സംസാരം. പിന്നെ സംശയത്തിന് അതീതമായ ഈ മിസ് മേരി ലിഗാർഡും മിസ് റോസും തമ്മിൽ നല്ല കമ്പനിയാണ്. ബാക്കി ഒറ്റപ്പെട്ട നിലയിൽ ഇരിക്കുന്നവരാണ് കൊറാസിനി, സെനറ്റർ ബ്രൂസ്റ്റർ, പിന്നെ റവറൻഡ് ജോസഫ് സ്മോൾവുഡ് ആൻഡ് നമ്മുടെ ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പിലായ മകള്. അദ്ദേഹം മുമ്പും ആരുടെ അധികം സംസാരിക്കില്ലായിരുന്നു. ഇതിനിടയിൽ 4 മണിക്കും വൈകുന്നേരം 4 മണിക്കും 8 മണിക്കും ട്രാക്ടർ അവരൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടർ മേസൻ ആ ട്രാക്ടറുള്ള സെറ്റ് ഉപയോഗിച്ച് ക്യാബിനിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ജോസും അദ്ദേഹമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ളൊരു എഗ്രിമെൻ്റാണ്. ഡെയിലി 4 മണിക്കും 8 മണിക്കും ഞാൻ ക്യാബിനിലേക്ക് ട്രൈ ചെയ്യാം. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് RCA സെറ്റ് ശരിയായാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് 4 മണിക്കും 8 മണിക്കും അദ്ദേഹം ജോസിനെ ട്രൈ ചെയ്തു. അപ്പോൾ ഈ റേഡിയോ സെറ്റിൻ്റെ അന്നത്തെ കാലത്തുള്ള റേഡിയോ സെറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വാൾവ് അഥവാ വാക്യൂം ട്യൂബ് ടൈപ്പ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യില്ല, ഹൈ വോൾട്ടേജ് വേണം. ഇതിനായിട്ട് ഇതിൻ്റെ വർക്കിങ്ങിന് ഒരു ജനറേറ്റർ സെറ്റ് ഉണ്ടോ? ഈ ജനറേറ്റർ സെറ്റ് ഒരു സൈക്കിൾ ഫ്രെയിമിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ആ സൈക്കിൾ ഫ്രെയിം ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ വേറൊരാൾ ആ സൈക്കിൾ സീറ്റിൽ കയറിയിരുന്ന് പെഡൽ ചെയ്യണം. പെഡൽ ചെയ്യുമ്പോൾ ഈ ജനറേറ്റർ സെറ്റ് വർക്ക് ചെയ്യും. ആ ജനറേറ്റർ സെറ്റിൻ്റെ വോൾട്ടേജ് ഉപയോഗിച്ചാണ് ഈ റേഡിയോ സെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 തവണയും അതിന് ഡോക്ടറെ സഹായിച്ചത് ഒരു തവണ ജാക്സ്ട്രോയും ഒരു തവണ മിസ്റ്റർ കൊറാസിനി ആയിരുന്നു. എന്തായാലും 2 തവണയും ക്യാബിനിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും അവർ യാത്ര തുടർന്നു. സമയം വൈകുന്തോറും അസഹനീയമായ തണുപ്പ്. ഡോക്ടർക്കും ജാക്സ്ട്രോയ്ക്കും പോലും തണുപ്പ് നേരിടാൻ പറ്റാത്ത ഒരവസ്ഥയായി. അവസാനം ഡോക്ടർ പറഞ്ഞു, ശരി, ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. അങ്ങനെ
അർദ്ധരാത്രി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് 12:10 അവർ സ്റ്റോപ്പ് ചെയ്തു.